ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടാണ് മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ അഭിലാഷവും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതും മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗപ്രവേശനം നേടിയെടുക്കുക എന്നുള്ളതുമാണ്. അതിനുവേണ്ടിയാണ് വളരെ ചുരുങ്ങിയ ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ സമയത്ത് നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമെല്ലാം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും മരണത്തിന് ശേഷം അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് ലഭിക്കണം എന്നുള്ള വലിയ പ്രതീക്ഷ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഏതു സമയത്തും എല്ലാ സമയത്തും വിശ്വാസികളുടെ മനസ്സിലുണ്ടാകേണ്ട പ്രാർത്ഥനയും അതുതന്നെയാണ്. അള്ളാഹുവേ, നിൻ്റെ വിശാലമായ അനുഗ്രഹത്തിൻ്റെ കേദാരമായ സ്വർഗം അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം വിശ്വാസികളായ നമ്മുടെ ഭാഗത്തുനിന്ന് ഏതു സമയത്തും ഉണ്ടാകേണ്ടത്. മാത്രമല്ല, അള്ളാഹു സ്വർഗനരകങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിച്ചിരുന്നത്. എത്രയാണ് സ്വർഗത്തിൻ്റെ വിശാലത എന്നും എന്തൊക്കെയാണ് സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ എന്നുമെല്ലാം അള്ളാഹു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയുമെല്ലാം വിശ്വാസികൾക്ക് സന്തോഷവാർത്തയായിക്കൊണ്ട് അറിയിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരണം. വജന്നത്തിൻ, അവങ്കലുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് വരണം. അർളുഹസ് സമാവാതു വൽ അർള്, എത്രയാണ് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ വിശാലത! ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയുള്ളതാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ള ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും നന്മകളെ ജീവിതത്തിലേക്ക് ഒരുപാട് കൊണ്ടുവരികയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും തഖ്വയും സൂക്ഷ്മതയും പാലിക്കുന്ന ആളുകൾക്ക്, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വച്ചിട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആലോചിക്കേണ്ടത് തഖ്വയുള്ള സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു മരണത്തിന് ശേഷം അവർക്ക് ചെല്ലാനുള്ള ഇടമായിക്കൊണ്ട്, അവർക്കുള്ള സമ്മാനമായിക്കൊണ്ട്, അവർക്കുള്ള അനുഗ്രഹമായിക്കൊണ്ട് വിശാലമായ സ്വർഗം ഒരുക്കി വച്ചിട്ടുണ്ട്. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി തന്നെ എത്രമാത്രം വിശാലതയുള്ളതാണ്! ആകാശലോകങ്ങൾ എത്രമാത്രം വിശാലതയുള്ളതാണ്! ഭൂമിയേക്കാൾ എത്ര വലിയ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ആകാശങ്ങൾ. അതിനേക്കാളൊക്കെ ഒരുപാട് വിശാലതയും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് വിശാലമായിക്കൊണ്ടുള്ളതുമായ അനുഗ്രഹമായിക്കൊണ്ടാണ് അള്ളാഹു സ്വർഗത്തെ വിശേഷിപ്പിച്ചത്. ആർക്കാണ് അള്ളാഹു സ്വർഗം നൽകുക? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വ പാലിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വച്ചിട്ടുള്ളത്. അപ്പോൾ വിശ്വാസികളായ എൻ്റെയും നിങ്ങളുടെയുമെല്ലാം ജീവിതത്തിൻ്റെ ആകെയുള്ള അഭിലാഷം, ജീവിതത്തിൻ്റെ ആകെയുള്ള ലക്ഷ്യം മരണത്തിന് ശേഷം അള്ളാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ആ സ്വർഗത്തിൽ ഒരല്പസ്ഥലം ലഭിക്കാതെ പോവുക എന്നതാണ്
വിശ്വാസികളെ നമുക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം, ദുനിയാവിൽ നമുക്ക് പല നഷ്ടങ്ങളും സംഭവിക്കാറുണ്ട്. ദുനിയാവിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും നഷ്ടങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടം എന്ത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗം നഷ്ടപ്പെടുകയും അവൻ്റെ ശിക്ഷയുടെ കഠിനകഠോരങ്ങളായ ശിക്ഷകൾ നടക്കുന്ന നരകത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് എത്തുവാനും എത്തിപ്പെടാനുമുള്ള കർമ്മങ്ങളായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നുണ്ടാകേണ്ടത്. സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന, സ്വർഗപ്രവേശനത്തിന് എതിര് നിൽക്കുന്ന കർമ്മങ്ങൾ ഒരിക്കലും വിശ്വാസികളായ നമ്മുടെ അടുക്കൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഏതു സമയത്തും ആ സ്വർഗത്തിൻ്റെ വിശാലത നമ്മുടെ മനസ്സിലേക്ക് ഓരോരുത്തരുടെയും കടന്നു വരേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നു, അഅദത്തു ലി ഇബാദിയസ് സ്വാലിഹീൻ. അള്ളാഹു പറഞ്ഞു, എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു മാല ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്ന് വരെ കാണാത്ത വലിയ അനുഗ്രഹങ്ങൾ, വല ഉദുനുൻ സമിഅത്, അല്ലേ, ഒരു കാതും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ. അതേപോലെ തന്നെ വല ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഇന്ന് വരെ വിഭാവനം ചെയ്യപ്പെടാത്ത അത്രയും വിശാലമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ 17-ാമത്തെ ആയത്തോതി, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇല്ലേ, ആ ഒരു ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതുകയുണ്ടായി. ഒരു കണ്ണും കാണാത്ത ഭയങ്കര വിശാലമായി കൊണ്ടുള്ള വലിയ വലിയ സുഖാനുഗ്രഹങ്ങൾ അള്ളാഹു സ്വർഗത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി, നന്മകൾ ചെയ്തവർക്ക് വേണ്ടി, അവർക്ക് കൺകുളിർക്കെ കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനുമെല്ലാം അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് വിശ്വാസികളെ, സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സ്വർഗം നേടുക എന്നുള്ളതാവണം. അതിനുള്ള കർമ്മങ്ങളും അതിനുള്ള പ്രാർത്ഥനകളും അതിനുള്ള പ്രവർത്തനങ്ങളുമായിരിക്കണം ഓരോരോ ദിവസങ്ങളിലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഇല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, രാവിലെ നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കണം, വൈകുന്നേരം നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന എന്ന് നമ്മൾ ആവർത്തിച്ച് കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ആ ഒരു സ്വർഗപ്രവേശനം ലഭിക്കുക എന്നതാണ് വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ ലക്ഷ്യവും എന്നുള്ളത്. മാത്രമല്ല, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവിശാലമായ സ്വർഗത്തിൽ നിന്ന് ആട്ടി അകറ്റപ്പെടുന്ന, സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്ന ഒരു പാപങ്ങളും സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുകളുമെല്ലാം ഒരുപാട് പാപങ്ങളെക്കുറിച്ച്, സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് കുറ്റങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിർക്ക് എന്നുള്ള മഹാപാപമാണ്. ശിർക്ക് ചെയ്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നു. ഇല്ലേ, ഖുർആൻ പറഞ്ഞില്ലേ, മൻ യുശ്രിക് ബില്ലാ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു അവന് എന്തായിരിക്കുന്നു, നരകം നിർബന്ധമാക്കിയിരിക്കുന്നു, സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവൻ്റെ മേൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുന്നാർ, അവന് നരകമാണ് അവൻ്റെ സങ്കേതസ്ഥാനം. വമാ ലിൽളാലിമീന മിൻ അൻസാർ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പോൾ സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ പാപമായിക്കൊണ്ട്, ഏറ്റവും വലിയ കാരണമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ നേർച്ചകളിലും നമ്മുടെ ബഹുമാനങ്ങളിലും നമ്മുടെ ആദരവുകളിലും നമ്മുടെ സ്നേഹങ്ങളിലും നമ്മുടെ ഏതേത് കർമ്മങ്ങളുണ്ടോ അള്ളാഹുവിന് നൽകേണ്ടത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കുകയും അള്ളാഹു അല്ലാത്തവരിലേക്ക് അള്ളാഹുവിന് നൽകേണ്ട
ഇബാദത്തുകളും ആരാധനകളും ഏൽപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പാപമായിട്ടാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ശിർക്കല്ലാത്ത ബാക്കിയുള്ള പാപങ്ങളൊക്കെ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് പുറത്തു തന്നേക്കാം. പക്ഷേ അള്ളാഹു നമുക്ക് പുറത്തു തരാത്ത, തൗബ കൂടാതെ അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത വലിയ പാപമായിട്ടാണ് ശിർക്കിനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതാണ് സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ പാപമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹു അവൻ്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവൻ്റെ സങ്കേതസ്ഥാനം നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ശിർക്കിനെ കൃത്യമായി കൊണ്ട് നമ്മൾ ഭയപ്പെടണം. അള്ളാഹുവിനോടല്ലാത്തൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനോടല്ലാത്തൊരു ആരാധനകൾ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ പാപമായി കൊണ്ടാണ് ഇസ്ലാം ശിർക്കിനെ പരിചയപ്പെടുത്തുന്നത്. ഏതെല്ലാം രൂപത്തിൽ ഇന്ന് ശിർക്കുകൾ കടന്നു വരുന്നുണ്ട് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന ഏറ്റവും വലിയ പാപമായി കൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്ന ശിർക്കിൽ നിന്ന് പൂർണ്ണമായി കൊണ്ട് മാറി നിന്ന് കൃത്യമായി കൊണ്ട് തൗഹീദിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ തൗഹീദിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുകയും പ്രാർത്ഥനകളും ഇബാദത്തുകളുമെല്ലാം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നല്ല ഒരു മുവഹിദായി കൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്ന പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് സ്വർഗപ്രവേശനത്തിന് വേണ്ടി കൃത്യമായി കൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.